ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28ാം ഓണക്കെട്ടുത്സവം വർണ്ണാഭമായി. ചെഞ്ചുവപ്പിലും വെളുപ്പിലും ഉടുത്തൊരുങ്ങിയ നന്ദികേശന്മാർ പടനിലത്ത് കാഴ്ചയുടെ വിസ്മയം തീർത്തതോടെ കരവിരുതിന്റെ വർണ്ണോത്സവം നോണാട്ടുകരയുടെ കരുത്തിന്റെ കൂടി അടയാളപ്പെടുത്തലായി. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെ ചെറുതും വലുതുമായ 170ഓളം കെട്ടുകാളകൾ കുടമണികിലുക്കി പടനിലത്ത് പുതുചരിതം രചിച്ചു. ഞായറാഴ്ച കൂടി കെട്ടുകാളകൾ പടനിലത്ത് ദർശനത്തിനായി ഉണ്ടാകും. ഓണാട്ടുകരയിലെ കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽപ്പെട്ട 52 കരകളിലെ ചെറുതും വലുതുമായ 170ഓളം കെട്ടുകാളകളാണ് കുടമണി കിലുക്കി പടനിലത്ത് എത്തിയത്. കറ്റാനം കരിയുടെ കെട്ടുകാളയായിരുന്നു പടനിലത്ത് ആദ്യം എത്തിയത്. തുടർന്ന് ചെറുതും വലുതുമായ കെട്ടുകാളകൾ പടനിലത്തേക്ക് എത്തിത്തുടങ്ങി. രാത്രി 8 മണിയോടെയാണ് ഏറ്റവും വലിയ കെട്ടുകാളിയായ ഞക്കനാൽ പടിഞ്ഞാറേക്കരിയുടെ വിശ്വപ്രജാപതി കാലഭൈരവൻ പടനിലത്തെത്തിയത്. സ്വർണത്തിലും വെള്ളിയിലും വെങ്കലത്തിലും നിർമ്മിച്ച ചെറുകാളകളും ഇക്കുറി എത്തിയിരുന്നു. രാത്രി ഏറെ വൈകിയാണ് കെട്ടുകാഴ്ചകൾ പടനിലത്തേക്ക് പൂർണ്ണമായും കയറിയത്. ചെറിയ കെട്ടുകാളകൾ കിഴക്കും പടിഞ്ഞാറും ആൽത്തറകൾ, എട്ടുകണ്ടം, തകിടിക്കണ്ടം, ഓങ്കാരസത്രത്തിന് മുൻവശം എന്നിവിടങ്ങളിൽ വലം വെച്ച് മുൻകൂട്ടി നിശ്ചയിച്ചു നൽകിയ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു. വലിയ കെട്ടുകാളകൾ അന്നദാന മന്ദിരത്തിന് മുന്നിലും പരബ്രഹ്മ ഓഡിറ്റോറിയത്തിന്റെ വശങ്ങളിലുമായി നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ അണിനിരന്നു. സ്ത്രീകളും കുട്ടികളും ഒരുക്കിയ കെട്ടുകാളകളുടെ എണ്ണവും ഇക്കുറി ഉയർന്നിരുന്നു. വലിയ ക്രെയിനിന്റെ സഹായത്തോടെയാണ് മിക്ക കെട്ടുകാളുകളെയും എഴുന്നള്ളിച്ചത്. ഓച്ചിറ 28ാം ഓണം ദർശിക്കാനായി ലക്ഷങ്ങളാണ് പടനിലത്തേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ മുതൽ തന്നെ അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. കെട്ടുകാഴ്ചകൾ ഞായറാഴ്ച കൂടി ദർശനത്തിനായി പടനിലത്തുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.